കോഴിക്കോട് വടകര വില്യാപ്പള്ളിയിൽ റോഡ് നിർമ്മാണത്തിനിടെ നിർമ്മിച്ച കലുങ്കിൽ വീണ് കാൽനടയാത്രക്കാരൻ മരിച്ചു. പ്രദേശവാസിയായ ഏലത്ത് മൂസയാണ് മരിച്ചത്. ഏതെങ്കിലും ഒരാൾക്ക് കടന്നു പോകാനുള്ള ഒരു വഴി വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ പുറത്തായിരുന്നു പ്രത്യേകം. എന്നിരുന്നാൽ അതിൻ്റെ ഇടയ്ക്കൂടി ജനങ്ങൾ പോകുന്നതിനുള്ള ചെറിയൊരു ഗ്യാപ്പ് വേണ്ട, അതിനുണ്ടായിട്ടില്ല. ആയിരക്കണക്കിന് കുട്ടികളോട് പഠിക്കുന്നുണ്ട്. അങ്ങേപ്പുറം കുഴിയുണ്ട്, കുഴി അടക്കുവാനുള്ള സംഗതി പോലും വെച്ചിട്ടില്ല. ഞങ്ങൾക്ക് വലിയ പ്രശ്നമുണ്ട് കാര്യത്തിൽ. ജനങ്ങൾ തീരെ ഗവനിച്ചില്ല എന്നുള്ള അതാർന്ന് പോകാനുള്ളത്. എങ്ങനെ മോളിൽ കൂടി പാർക്കാനാവില്ലല്ലോ, ഈ സൈഡിൽ കൂടി തന്നെ പോകണ്ടേ. എന്നെങ്കിലും ആവർത്തിക്കരുത്, അതിനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇവിടുന്ന് എടുക്കുമ്പോൾ തന്നെ മരണം സംഭവിച്ചിട്ടുണ്ട്. പല പ്രാവശ്യവും ഞങ്ങളാണ് ഇവിടെ നിയന്ത്രിച്ചത്. ട്രാഫിക് നിയന്ത്രണം എന്താ വെച്ചാൽ ആൾക്ക് എങ്ങനെയെങ്കിലും ഒരു നടന്നു പോകാൻ സാധിക്കാത്തൊരവസ്ഥയുണ്ട്. എത്രയും പെട്ടെന്ന് ഇതിനൊരു പ്രശ്നപരിഹാരം ഉടനെ ഉണ്ടാകണമെന്നാണ്. മിഥില ബാലനാണ് ചേരുന്നത് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. മിഥില, അത് വേദനിപ്പിക്കുന്ന വാർത്തയാണ്. ഒപ്പം ഈ പ്രതികരണം കേൾക്കുമ്പോൾ അത് കൃത്യമായി കാൽനടയാത്രക്കാർക്ക് സൗകര്യം ഒരുക്കിയിരുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? മിഥില ബാലനാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരം നമുക്ക് നൽകുക. അല്പസമയത്തിനകം തന്നെ മിഥില നമുക്കൊപ്പം ചേരും. കാൽനടയാത്രക്കാരൻ നടന്നു പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഒപ്പം കലുങ്കിൻ്റെ ഭാഗത്ത് നടന്നു പോകുമ്പോൾ അതിലേക്ക് വീണ് ആണ് അന്ത്യം സംഭവിച്ചത്. അപ്പോൾ പ്രദേശവാസിയായ ഏലത്ത് മൂസയുടെ മരണം, അതിൽ വലിയ പ്രതിഷേധമുണ്ട് നാട്ടുകാർക്ക്. കാരണം നിർമ്മാണം നടക്കുന്ന പ്രദേശത്ത് കാൽനടയാത്രക്കാർക്കായി വേണ്ട സൗകര്യം ഒരുക്കിയിരുന്നില്ല എന്നുള്ള പ്രതിഷേധം അതാണ് വരുന്നത്. പരാതി ഉയരുന്നു. മിഥില ബാലൻ ചേരുന്നുണ്ട്. മിഥില, പറയൂ. നിന്നും സാധനങ്ങൾ വാങ്ങാനായി പുറത്തിറങ്ങിയ ആളാണ് ഏലത്ത് മൂസ. തിരികെ വീട്ടിലെത്താത്തതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ ഒരു തിരച്ചിലാണ് ഇത്തരത്തിൽ കലുങ്കിൽ വീണ് കിടക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. 55 വയസ്സാണ്. ഈ സംഭവത്തിന് പിന്നാലെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയരുന്നുണ്ട്. വില്യാപ്പള്ളിയിലാണ്. പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡ് നിർമ്മാണത്തിനിടെ ഉണ്ടാക്കിയ കലുങ്കാണിത്. ഈ ഒരു പ്രതിഷേധം ഉയരാൻ കാരണം എന്നത് കാൽനടയാത്രക്കാർക്ക് സഞ്ചരിക്കാനുള്ള യാതൊരു സൗകര്യവും ഇവിടെയില്ല. മാത്രമല്ല തൊട്ടടുത്ത് ഒരുപാട് വിദ്യാലയങ്ങളുണ്ട്. ഇവിടെ പഠിക്കുന്ന കുട്ടികൾ പോകുന്ന ഒരു സ്ഥിരം നടന്നു പോകുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഉടൻ നടപടി വേണം. ഇനി ഇത്തരം ഒരു അപകടം ആവർത്തിക്കാതിരിക്കാൻ പൊതുമരാമത്ത് വകുപ്പിന്റെ അടിയന്തര ഇടപെടലാണ് പ്രദേശവാസികൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.